അപ്പൊ ഗായ്സ് നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നൈറ്റ് ലാമ്പ് കണ്ടാലോ? അപ്പൊ പെട്ടിയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. ഇനി അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വരുമ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു. നല്ല ഉത്തരവാദിത്തമുള്ള കൊറിയർ സർവീസ് നമ്മളെ പണി എളുപ്പാക്കി തന്നല്ലോ. ഇതില് ഞാൻ ഏത് കളറാ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പിങ്ക് ആണോ ബ്ലൂ ആണോ കിട്ടാന്ന് അറിയാം. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഇതിൽ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു പോവാട്ടോ. അപ്പൊ സംഭവം ഇതാണ്, ഒരു പിഗ്ഗി ഡസ്റ്റ് ലാമ്പ് ആണ്. ഇത് മൾട്ടി ഫംഗ്ഷനിലാണ്. പിങ്കും അല്ല ബ്ലൂ അല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗ്രീൻ ആണ്. എന്തായാലും കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ആയിട്ടില്ലേ. എപ്പോഴും പിങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബോറായിരിക്കില്ലേ. എന്തായാലും കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ സ്വിച്ചസ് വരുന്നത്. രണ്ട് മോഡ് ഉണ്ട്. ഒന്ന് മെയിൻ ലൈറ്റ് ആയിട്ടുള്ള ഇതും, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഏറ്റവും ലാസ്റ്റ് ആണ് മനസ്സിലായത്. അത്യാവശ്യം സൈസും ചെറുതാണ്. അപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അധികം സ്ഥലമൊന്നും കൺസ്യൂം ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതിലെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്ഗിന്റെ മൂക്കിൽ ഒരു ഷാർപ്പനർ ഉണ്ട്. നിങ്ങൾ ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെസ്ക് ഒന്നും ചീത്തയാവാണ്ട് അതെല്ലാം അതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ടൈം ഉള്ളപ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഇതാണ് ഇതിലെ ലൈറ്റ് കേട്ടോ. മൾട്ടി കളറിൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക്. പിന്നെ ഞാൻ കാണിക്കാൻ മറന്നു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിഗ്ഗിന്റെ തലയിൽ ഒരു കുറച്ച് സ്പേസ് ഇല്ലേ, അവിടെ നിങ്ങൾക്ക് ഫോൺ വെക്കാം, അല്ലെങ്കിൽ പെൻസിലോ പെന്നോ കാൽക്കുലേറ്ററോ അങ്ങനെ എന്തെങ്കിലും ഡെസ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പരന്നെടുക്കുന്ന സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. അപ്പൊ പ്രിക്കോഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 3 to 5 hours വരെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ലൈറ്റ് കുറച്ച് ഡിം ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചാർജ് ചെയ്യുക. ഫുൾ ആയിട്ട് ഡ്രെയിൻ ആകാൻ വേണ്ടിയിട്ട് വിടരുത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 to 5 hours വരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വയറിലെ വിഷ് ലിങ്കിലും ഉണ്ടാവും. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.